തൊഴിലിനൊക്കെ സ്വഭാവ സവിശേഷതകളും വരുന്നത്. ഇപ്പൊ പത്താം ഭാവാദിയും ലഗ്നാധിപന്റെ നക്ഷത്രത്തിലാണ് വരുന്നത്. ലഗ്നാധിപന്റെ സ്വഭാവവും അതേപോലെ ലഗ്നാധിപന്റെ രീതിക്കനുസരിച്ച് തിരിച്ചു. പക്ഷെ ലഗ്നാധിപന്റെ പത്താം ഭാവത്തിൽ പത്താം ഭാവാദിന്റെ നക്ഷത്രത്തിലാണ് വരുന്നതെങ്കിൽ പത്താം ഭാവാദിന്റെ നക്ഷത്രത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് വിജയിക്കാൻ ഒക്കെ കഴിയും. അതിന് വലിയൊരു അനുഗ്രഹം അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഈ പത്താം ഭാവത്തിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് വന്നാൽ എന്തായിരിക്കും? ലഗ്നാധിപതികളെ ബേസ് ചെയ്ത് ഒന്നാമത്തെ റെപ്യൂട്ടേഷൻ കൺസേൺ ആയിരിക്കും. എനിക്ക് ഉയരാൻ പറ്റുന്നുണ്ട്, അതിന്റെ താഴെയുള്ളവരെല്ലാം റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ തനിക്ക് താഴെ തന്നെക്കാളുടെ ഗുണം ചെയ്യാൻ സാധ്യതയുള്ള സൗകര്യം ലിമിറ്റേഷൻ കഴിവിലെ ലിമിറ്റേഷൻ തോന്നുന്നത് മൈൻഡ് സെറ്റാണ്. തനിക്ക് താഴെ വളർന്നു കയറി വരാൻ കഴിയുന്നത് സൂക്ഷിക്കുന്നത് സാധിക്കുന്നത് അവസരങ്ങളുണ്ടെങ്കിൽ അവരുടെ ലഗ്നത്തിന്റെ ബലം ലഗ്നാവിൽ തട്ടിയെന്നാൽ റെപ്യൂട്ടേഷൻ കൺസേൺ. രണ്ടാമത്തെ കഴിവുകളുണ്ട്, പക്ഷെ അലട്ടിക്കൊണ്ടിരിക്കും. എന്താണ് എന്താണെന്നില്ല, എന്തൊക്കെയാണ് ശരിയാകുന്നത്, എന്തൊക്കെ ചെയ്യുന്നത് നല്ല ധാരണമാണ്. പക്ഷെ എന്നിരുന്നെങ്കിൽ അലട്ടിക്കൊണ്ടേയിരിക്കും പ്രശ്നങ്ങൾ. മനസ്സിലാവുന്നത് ഒരു കഴിവും പബ്ലിക് ഇമേജും ഫേമസ് ആവുന്നതും ഒക്കെയാണ്. ലഗ്നത്തിന്റെ ബലം കൂടിയാൽ തന്നെ പൊതുവെ ചികിത്സയും ചികിത്സയൊക്കെ 10 ലഗ്നങ്ങളായാലും ലഗ്നാവിൽ 10 പോയിന്റ് റെപ്യൂട്ടേഷൻ ആവശ്യം ചെയ്യും. ഇത്രയൊക്കെ മതി പത്താം ഭാവത്തെ കുറിച്ച്. നമുക്ക് ഇനി അടുത്തത് സർവലാഭാവം, ജൈവാന ബലത്തിന്റെ ഭാവം എന്നൊക്കെ പറയുന്നത്. ലഗ്നാധിപൻ 11 നിന്നോ എന്തായിരിക്കും ഫലം? 11ാം ഭാവം എന്ന് പറയുന്നത് ഏത് ഭാവാധിപൻ നിൽക്കാൻ പറ്റുന്ന ഒരു ഭാവം. ചരരാശിയെ കുറിച്ച് ചരരാശിയിൽ ലഗ്നാധിപനായിട്ട് കടന്നു നിൽക്കുന്നത് അൺഎക്സ്പെക്ടഡായിട്ടുള്ള ദുരന്തങ്ങളുടെ ഒരു സൂചനയും കൂടിയാണ്. അത് പിന്നീട് ക്ലാസ്സിൽ പറയാം. പക്ഷെ ചരരാശികൾക്ക് വേരാശികൾക്ക് അത് കുഴപ്പമില്ല. പക്ഷെ ചരരാശികൾക്ക് 11ാം ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്നത് കുറച്ച് മാരകബന്ധം എന്തെങ്കിലും വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ആയുസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ പൊതുവില് ഭാഗ്യഭാവം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. സർവലാഭഭാവം, പ്രപഞ്ചം അനുസരിച്ച് തരുന്ന ഭാവം, നമ്മളെ ഹാപ്പിനെസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഭാവമാണ് 11ാം ഭാവം. കേട്ടോ, അതുകൊണ്ട് തന്നെ 11ാം ഭാവത്തില് ലഗ്നാധിപൻ നിന്നാൽ അത് ബലപ്പെടുന്ന പോസിറ്റീവായ ഗെയിംഫുൾ ധാരാളം കാര്യങ്ങൾ വന്നു ചേരും. ധനമായിക്കോട്ടെ, പല ഐശ്വര്യങ്ങളായിക്കോട്ടെ ഒക്കെ വന്നു ചേരും. ദൈവം വന്നു ചേരും. ഈ ലഗ്നാധിപന്റെ രാഷ്ട്രീയത്തെ പറയുന്ന കാര്യങ്ങളെല്ലാം ലഗ്നാധിപൻ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്, ലഗ്നത്തിന് വീഡിയോ ചെയ്തിട്ടുള്ളത്, ലഗ്നം എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അതുപോലെ കണ്ടേക്കാം. എന്നിട്ട് ആ ലഗ്നം എന്തൊക്കെയാണ് പറയുന്നത് അതെല്ലാം 11 വെച്ചിട്ട് മനസ്സിലാവണം. ഉണ്ടാവും, ഉണ്ടാവും, ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫേമസ് ആവും. അതുപോലെ മൂത്ത സൗകര്യങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ എപ്പോഴും രക്ഷയ്ക്കായിട്ട് ആളുകൾ കുറച്ചൊക്കെ നെഗറ്റിവിറ്റിക്കായിട്ട് പോകുമ്പോൾ ഒരു വീഴ്ച വരുമ്പോൾ ആ തളർന്നോ എന്ന് തോന്നുന്നത് കിട്ടുന്നുണ്ട്. ആള് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫീല് തോന്നും. ആള് കൂടുതൽ ഉള്ളത് പോലെ തോന്നുന്നുണ്ടാവും. അതുപോലെ തന്നെ സോഷ്യലായിട്ട് ഇടപെടാൻ കഴിയും. ആൾക്കാരായിട്ട് മുമ്പ് ചെയ്യാനൊക്കെ വെച്ചാലും വളരെ അംബീഷ്യസ് ആയിരിക്കും. അതുപോലെ ഒരു പ്രായം വരെയൊക്കെ ഡേറ്റിങ്ങിനൊക്കെ വല്ലാതെ താല്പര്യം, റിലേഷൻഷിപ്പിനോട് ഡേറ്റിങ്ങിനോട് താല്പര്യം കൂടുതൽ ചെയ്യും. നെഗറ്റീവായ കാര്യങ്ങൾ പറയാം. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് ലഗ്നാധിപൻ 11 നെഗറ്റീവായിട്ടുള്ളത്. അതുപോലെ നമുക്ക് പറയുന്നത് ആവശ്യമില്ലാതെ ഡേറ്റിങ്ങിനൊക്കെ പോയി റിലേഷൻഷിപ്പിലൊക്കെ പോയിട്ട് ജീവിതത്തിൽ ഒന്നും അവരുടെ കഴിവുകളും രക്ഷപ്പെട്ട്
ശരിയായ തലമുറയായി ഒരു ജീവിതത്തിലെ കാര്യങ്ങൾ കാണുന്നത് ആ ബന്ധം നിമിത്തം സാധാരണ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് പിന്നീട് തിരിച്ചു കയറി വരുന്ന അവസ്ഥ ചില നാളങ്ങൾ നശിച്ചു ചിലർക്ക് പിന്നീട് തിരിഞ്ഞു കയറി വരും പതിനൊന്നാം ഭാവത്തില് എറണാകുളം നിൽക്കുന്നവർ തിരിഞ്ഞു കയറി വരും ഓരോ വർഷങ്ങളെ കൊണ്ട് വരുന്നു കഷ്ടപ്പെട്ട് കയറി വരും അതിനു വേണ്ടി ഓടിക്കേണ്ടി വരുന്ന നിങ്ങളുടെ ലൈഫിന്റെ 2-3 വിലപ്പെട്ട വർഷങ്ങളായിരിക്കും എന്നുള്ളത് ആലോചിച്ചു. അതുപോലെ തന്നെ ഓൾറെഡി ഫോക്കസ് ഓൺ ഗെയിം വരവിന് മാത്രം എപ്പോഴും പ്രപഞ്ചത്തിലെ വരവ് മാത്രമല്ലാതെ ഇപ്പം ഉദാഹരണം ഷെയർ മാർക്കറ്റില്